എൻ്റെ 15 വർഷത്തെ ദുബായ് റിയൽ എസ്റ്റേറ്റ് ലൈഫിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഡെവലപ്പേഴ്സുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ പേഴ്സണലായിട്ട് ഇംപ്രസ് ചെയ്ത ഒരു ഡെവലപ്പർ, അവരുടെ ഒരു സിഗ്നേച്ചർ പ്രൊജക്റ്റ്, അതാണ് ദ ഹെവൻ ബൈ മെറാക്കി. സാധാരണ എൻ്റെ വീഡിയോസിൽ ഞാനൊരു പ്രൊജക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചോ ഒരു വില്ലയെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കാറുള്ളത്. പക്ഷേ എൻ്റെ ഈ വീഡിയോയിൽ ഈ ഒരു ബിൽഡിങ്ങിനെ കുറിച്ചാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. കാരണം അവരുടെ ഓരോ ഡീറ്റെയിലിംഗ്, അവരുടെ ബിൽഡിംഗ് വിത്ത് പർപ്പസ് എന്ന പോളിസി, അതോടൊപ്പം തന്നെ അവരുടെ ഫിനിഷിംഗ്, മെറാക്കി എന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ സംതിങ് ബിൽഡ് വിത്ത് സോൾ, അതായത് ക്രിയേറ്റിവിറ്റി വിത്ത് ലവ്, അതാണ് ഇവരുടെ തീം. 15 വർഷത്തെ എൻ്റെ റിയൽ എസ്റ്റേറ്റ് കരിയറിൽ ഏകദേശം 5 ബില്യന് മുകളിൽ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്. ആ എൻ്റെ ഫേവററ്റ് ഡെവലപ്പർ മെറാക്കി ആവാനുള്ള കാരണം ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യമായിട്ട് നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ലോബിയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ലക്ഷറി ഫീലിംഗ്, അതിൻ്റെ ഒരു സുഗന്ധം, പിന്നെ നമ്മുടെ വാം വെൽക്കം ചെയ്യുന്ന ആ ഒരു കളർ കോമ്പിനേഷൻസ്, ഡബിൾ ഹൈറ്റ് സീലിംഗ്, 24x7 സെക്യൂരിറ്റി ഗാർഡ്, പിന്നെ നിങ്ങളെ കാണാൻ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ലോബി ഏരിയ, ഒരു ചെറിയൊരു ഷോർട്ട് മീറ്റിംഗ് നടത്താൻ പറ്റിയ ഒരു മീറ്റിംഗ് ടേബിൾ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ ലോബിയിൽ എൻട്രി ചെയ്തൊരു പ്രതീതിയാണ് ഈ ബിൽഡിങ്ങിൽ വരുമ്പോൾ കിട്ടുന്നത്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, മറ്റുള്ള ബിൽഡിങ്ങിലൊക്കെ മാസത്തിൽ 1-2 തവണയാണ് കോമൺ ഏരിയയും ലോബിയും ഒക്കെ ക്ലീൻ ചെയ്യുന്നത്. ഈ ബിൽഡിങ്ങിൽ ഡെയിലി 2 പ്രാവശ്യമാണ് അവരുടെ എല്ലാ ക്ലീനിങ് പ്രോസസ്സും എൻ്റയർ ബിൽഡിങ്ങിൽ നടക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ബിൽഡിങ് ഏകദേശം 2 വർഷത്തോളം പഴക്കമുള്ള ബിൽഡിങ്ങാണ്. പിന്നെ നമ്മൾ മറ്റുള്ള ബിൽഡിങ്ങിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന കോറിഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ബോട്ടിലും കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും ചെരുപ്പും മറ്റുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു കോറിഡോർ നിങ്ങൾ നോക്കൂ, എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. കാരണം ഈ ബിൽഡിംഗ് മാനേജ്മെൻറ്റ് കൃത്യമായ ഗൈഡ് ലൈൻ എല്ലാ ടെനൻസിനും കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റ് കാണിക്കാം. ഫസ്റ്റ് പറയേണ്ടത് ഇതിൻ്റെ ഒരു ലോക്കാണ്. ഈ ലോക്ക് ഏകദേശം 10,000 ടൈം അവർ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ലോക്കാണ് ഈ എൻ്റയർ ബിൽഡിങ്ങിൽ അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ മെയിൻ ഡോറിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഹിഞ്ചസ് Day1 എന്ന ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേകതരം മെറ്റീരിയലാണ്. ഇത് ഒരിക്കലും തുരുമ്പെടുക്കാത്ത ഒരു മെറ്റീരിയലാണ്. പിന്നെ ഞാൻ ഈ ഡെവലപ്പറിൻ്റെ ഡീറ്റെയിലിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ, അതിന് ഉദാഹരണമാണ് ഈ കാണുന്ന റബ്ബർ ബീഡിങ്. ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ സൗണ്ട് പ്രൂഫും പ്രൊട്ടക്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ സ്മോൾ ഇൻസെക്റ്റുകളൊക്കെ അപ്പാർട്ട്മെൻറ്റിൽ വരുന്നതും പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ ഡെവലപ്പർ അവരുടെ ബിൽഡിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ മെറ്റീരിയൽസിൻ്റെ സ്വിച്ചസ് എല്ലാം സ്നൈഡർ എന്ന ബ്രാൻഡിൻ്റെ ഹൈ ക്വാളിറ്റി സ്വിച്ചസ് ആണ്. ഇനി നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ എൻട്രി ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് കിച്ചനാണ്. ഈ കിച്ചൻ്റെ ഈ ടോപ്പ്, ഇത് ആൻറ്റി സ്ക്രാച്ച് ആൻഡ് ആൻറ്റി ഹോട്ട് എന്നുള്ള ഒരു സ്പെഷ്യൽ മെറ്റീരിയലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അപ്പാർട്ട്മെൻറ്റിലെ ഡ്രോയേഴ്സ് ഹൈ ക്വാളിറ്റി മെറ്റീരിയലും അതോടൊപ്പം തന്നെ സോഫ്റ്റ് ക്ലോസിംഗ് മെക്കാനിസമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കിച്ചൺ വരുന്നത് ഫുള്ളി എക്യുപ്ഡ് കിച്ചണാണ്. അതും ബോഷ് ബ്രാൻഡാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, സാധാരണ കിച്ചണിലൊക്കെ നമുക്ക് വരുന്നത് ഒരേ ഒരു കിച്ചൺ ഹുഡ് മാത്രമാണ് വരുന്നത് എയർ സെക്ഷനായിട്ട്. പക്ഷേ ഈ ഡെവലപ്പർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് കിച്ചൻ്റെ സ്റ്റൗവിൻ്റെ താഴെയും പിന്നെ കിച്ചൻ്റെ മറ്റൊരു സൈഡിലും അതോടൊപ്പം തന്നെ മുകളിലുമായിട്ട് 3 എയർ സെക്ഷൻ പാനൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫെസിലിറ്റി നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ കിച്ചൻ്റെ സ്മെല്ല് ഒരിക്കലും നിൽക്കാതെ ഇരിക്കാൻ സഹായിക്കും. ഇനി ലിവിങ് ഏരിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഡീസൻറ്റ് സൈസിലുള്ള ഒരു ഡൈനിങ് ടേബിളും ഒരു സോഫയും ഇടാനുള്ള നല്ല സ്പേസ് ആയിട്ടുള്ള ലിവിങ് ഏരിയ എന്നുള്ളത്. അതോടൊപ്പം തന്നെ 3.3 മീറ്റർ ഹൈറ്റിലുള്ള സീലിങ്ങും പിന്നെ ഫ്ലോറിംഗ് ടു സീലിംഗ് വരെയുള്ള ഗ്ലാസ് വിൻഡോസുമാണ് ഇവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ചില ഡെവലപ്പേഴ്സ് ചെയ്യുന്ന പോലെ കുറേ ഫാൻസി ലൈറ്റും വാൾ പാനൽസും ഗ്ലേസി ടൈൽസും ഒന്നും ഇട്ട് കാണിക്കുന്ന ലക്ഷറി അല്ല മെറാക്കി ഫോളോ ചെയ്യുന്നത്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ല ഫീച്ചേഴ്സ് ഉള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് വളരെ ക്ലാസ് ആയിട്ട് നമ്മുടെ വീട് എന്നുള്ളൊരു ഫീലിംഗ്, നമ്മൾ ആ വീട്ടിനുള്ളിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റിയാണ് അവരിവിടെ തരാൻ ശ്രമിക്കുന്നത്. ഇനി ബെഡ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കിങ് സൈസ് ഡബിൾ കോട്ട് ബെഡ് ഇടാനുള്ള സ്പേസും പിന്നെ അതോടൊപ്പം തന്നെ 2 സൈഡ് ടേബിളും സൈഡ് ലാമ്പും പിന്നെ ഒരു സോഫയും സെറ്റപ്പ് ചെയ്യാനുള്ള രീതിയിലുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ വാർഡ്രോബ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഷോക്കേസ് വാർഡ്രോബ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ലക്ഷറി ബാഗും ഡ്രസ്സും ഒക്കെ നമുക്ക് സൂക്ഷിക്കാനും ഷോക്കേസ് ചെയ്യാനും പറ്റുന്ന നല്ല വാർഡ്രോബ്സ്, അതും സോഫ്റ്റ് ക്ലോസിംഗ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഈ അപ്പാർട്ട്മെന്റ് ബാൽക്കണി ഏരിയ. ഇത് ഫസ്റ്റ് ഫ്ലോറിലായതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ടെറസ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള നോർമൽ ബാൽക്കണി ഏരിയയാണ് വരുന്നത്. പിന്നെ ഈ കാണുന്നതാണ് ഇപ്പോൾ ഹെവൻ 2
ഇതേ ബിൽഡിങ്ങിൻ്റെ രണ്ടാമത്തെ ബിൽഡിങ്, പിന്നെ മൂന്നാമത് ഹെവൻ 3യും വരുന്നുണ്ട്. ഇവർ ഓരോ ബിൽഡിങ് കഴിയുമ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് മിറാക്കിക്കുള്ളത്. ഇപ്പോൾ നമ്മളുള്ളത് ഈ ബിൽഡിങ്ങിലെ ഫസ്റ്റ് ഫ്ലോറിലെ അമ്യൂണിറ്റീസ് ഏരിയയിലാണ്. അവിടെ റൈറ്റ് സൈഡിൽ കിഡ്സിൻ്റെ ഔട്ട്ഡോർ പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് മറ്റൊരു ഉദാഹരണം. ഇവിടെ കുട്ടികൾ വീണാൽ അവരുടെ തലയോ കൈയോ കാലോ ഇടിക്കാതിരിക്കാനായിട്ടുള്ള റബ്ബർ ബീഡിങ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്ലോറിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത് സിന്തറ്റിക് ഫ്ലോറിംഗ് ആണ്. കുട്ടികൾ മറിഞ്ഞു വീണാൽ കൈയോ കാലോ മുറിയാതിരിക്കാനുള്ള രീതിയിലുള്ള സിന്തറ്റിക് ഫ്ലോറിംഗ്. അതോടൊപ്പം തന്നെ ഇതിന് മുന്നിലായിട്ടാണ് ഒരു നല്ലൊരു പൂളും ഹാങ് ഔട്ട് ഏരിയയും അതോടൊപ്പം തന്നെ ബാർബിക്യൂ ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഫേസ് ചെയ്യുന്നത് ഒരു ഓപ്പൺ എയർ പാർക്കിലാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ ബിൽഡിങ്ങിൻ്റെ ഇൻഡോർ ഫെസിലിറ്റീസ് ഏരിയയിലാണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കോമൺ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ ഒരു ജിമ്മും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇൻഡോർ കിഡ്സ് പ്ലേ ഏരിയയും ഉണ്ട്. അത് നമുക്ക് കാണാം. ഒരു ഇൻഡോർ കിഡ്സ് പ്ലേ ഏരിയ എന്നാൽ അവരുടെ കുട്ടികളോടൊപ്പം പാരൻസിനും നാനിക്കും ഒക്കെ വന്നിരുന്ന് കുട്ടികളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു വിശാലമായൊരു ഏരിയയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഏരിയ കണ്ടില്ലേ, കുട്ടികൾക്ക് സോഫ്റ്റ് ബോൾ ജമ്പിങ് ഏരിയ ആണ്. ഇതിനെക്കുറിച്ച് ഞാൻ പറയാൻ കാരണം, ഈ ഓരോ ബോൾസും ഓരോ ദിവസവും അവർ സാനിറ്റൈസ് ചെയ്ത് ഹൈജീനായിട്ടാണ് ഉപയോഗിക്കുന്നത്. പൂൾ ഫേസിങ്ങോടുകൂടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇവിടുത്തെ ജിമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെക്നോ ജിം ബ്രാൻഡ് എക്യുപ്മെൻറ്റ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതും വളരെ വിശാലമായ 3000 മുകളിൽ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ജിമ്മാണ് ഇവിടെ ഉള്ളത്. സാധാരണ ബിൽഡിങ്ങിൽ ഒരു ചെറിയ സ്പേസ് മാത്രമാണ് അവർ ജിമ്മിനായിട്ട് യൂസ് ചെയ്യുന്നത്, അതും വളരെ കുറഞ്ഞ എക്യുപ്മെൻറ്റ്സ്. പക്ഷേ ഇവിടെ നമ്മൾ കസ്റ്റമർ പുറത്ത് ജിമ്മിന് പൈസ കൊടുത്ത് പോകാതിരിക്കാനുള്ള ഒരു ഓപ്ഷനോടുകൂടി നല്ല എല്ലാ എക്യുപ്മെൻറ്റ്സും ഉള്ള ജിമ്മാണ് ഈ ബിൽഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ യോഗ ചെയ്യാനും മെഡിറ്റേഷൻ ചെയ്യാനുമുള്ള ഏരിയ സെപ്പറേറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്ക് ഇൻഡോർ പ്ലേ ഏരിയ കൂടാതെ ഔട്ട്ഡോറിൽ തന്നെ സ്ലൈഡ് ചെയ്ത് കളിക്കാനുള്ള മറ്റൊരു ഏരിയയും കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടുന്ന് ജിമ്മിലേക്കുള്ള ആക്സസും പിന്നെ ബാർബിക്യൂ ഏരിയയിലേക്കുള്ള ആക്സസും പിന്നെ കൊച്ചു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്വിമ്മിംഗ് പൂളും ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ ഫ്ലോറിലെ ക്ലബ് ഹൗസ് കാണാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എനിക്ക് കാണിക്കേണ്ടത് ഈ സ്റ്റെയർ കേസ് ഏരിയ ആണ്. സാധാരണ ബിൽഡിങ്ങിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണുന്നത് സിഗരറ്റ് ബഡ്സും സ്പ്ലിറ്റ് ചെയ്തതുമായിട്ടുള്ള ഡർട്ടി ആയിട്ടുള്ള സ്റ്റെയർ കേസ് ഏരിയ ആണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ ബിൽഡിങ്ങിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഫ്ലോറിംഗിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോക്സി ഫ്ലോറിംഗ് ആണ്. വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാരെ കൺസിഡർ ചെയ്തുകൊണ്ട് ബിൽഡിങ്ങിൽ തന്നെ ഒരു കോ വർക്കിംഗ് സ്പേസ്, അതായത് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴുള്ള ഡിസ്റ്റർബൻസ് ഒഴിവാക്കി നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് തന്നെ ഈ ബിൽഡിങ്ങിൽ ഈ ഡെവലപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു കോൺഫറൻസോ ഒരു മീറ്റിങ്ങോ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു സ്പേസും ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഡെവലപ്പറിൻ്റെ ബിൽഡിങ്ങിൽ താമസിക്കുമ്പോൾ നമ്മുടെ മക്കൾക്കുള്ള ബർത്ത്ഡേയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയോ ഇനി എന്ത് ഫംഗ്ഷൻ ആവട്ടെ, നമ്മുടെ ഫാമിലിയിലുള്ള ഫംഗ്ഷൻ നടത്താനുള്ള ഒരു പാർട്ടി ഹോളും ഈ ഡെവലപ്പർ നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ആ ഫംഗ്ഷൻ നടത്തുമ്പോൾ നമുക്ക് വരുന്ന ഗസ്റ്റിന് കൊടുക്കാനുള്ള ഫുഡ് പ്രസൻറ്റ് ചെയ്യാനും അവർക്കത് സെർവ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റുള്ള എല്ലാ ഡെവലപ്പറിൽ നിന്നും മിറാക്കി എന്നുള്ള ഡെവലപ്പറിനെ വ്യത്യസ്തരാക്കുന്നത് അവരുടെ ബിൽഡിങ്ങിലെ ടെനന്റിന് മാത്രമായിട്ട് ഒരു ക്ലബ് ഹൗസ് ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുമ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിനുള്ളിലുള്ള സ്പേസും ബാൽക്കണിയും അല്ലാതെ നമുക്ക് ആ ബിൽഡിങ്ങിലെ വേറൊരു സ്ഥലത്ത് പോയിരുന്ന് ചിൽ ഔട്ട് ചെയ്യാനുള്ള ഒരു സ്പേസാണ് ഈ മെറാക്കി ഡെവലപ്പർ നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മെറാക്കി എന്നുള്ള ഡെവലപ്പറിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അഡ്വർടൈസ്മെൻറ്റോ മാർക്കറ്റിങ്ങോ ഒന്നും കാണാൻ സാധിക്കില്ല. കാരണം അവർ വിശ്വസിക്കുന്നത് കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനും അവരുടെ ബ്രാൻഡ് ക്വാളിറ്റിയും അതോടൊപ്പം മൗത്ത് പബ്ലിസിറ്റിയുമാണ്. അവരുടെ പുതിയ പ്രൊജക്റ്റ് IMBZൽ വരുന്നുണ്ട്. നല്ല ഓഫേഴ്സും നല്ല പ്രൈസുമാണ് അവിടെ ഉള്ളത്. പേയ്മെൻറ്റ് പ്ലാനും വളരെ അട്രാക്റ്റീവാണ്. ഈ നിർവാണ 1ൽ നമുക്ക് പ്രോപ്പർട്ടി വാങ്ങണമെങ്കിൽ ഇപ്പോൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ക്വാളിറ്റി എല്ലാം കണ്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. കാരണം ഇതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് എല്ലാം അറിയാനും പുതിയ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാനും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനും എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്.